നീലേശ്വരം നിയോജക മണ്ഡലം എന്ന് പറഞ്ഞാൽ ദ്വയാംഗ നിയോജക മണ്ഡലമാണ്. 1957 EMS-നോടൊപ്പം തെരഞ്ഞെടുപ്പെട്ടു. EMS-നേക്കാളും കൂടുതൽ വോട്ട് കള്ളംപേതിൽ തന്നെ പോയില്ലേ 57. അപ്പോൾ അന്ന് ദ്വയാംഗ നിയമമണ്ഡലത്തിലാണ് പിന്നെ തെരഞ്ഞെടുക്കപ്പെട്ടത്. അതിൽ കള്ളംപേതി സാധാരണ അതിൽ പ്രസംഗമായിരുന്നു. ഒരു പ്രസംഗം എനിക്ക് ഓർമ്മയുള്ളത്, കോൺഗ്രസ് ഇപ്പോഴും പിന്നെ തെങ്ങും പകരമായിട്ട് പിന്നെ പൊളിഞ്ഞ മട്ടലാണ് പിടിച്ചത്, അങ്ങനെ താഴോട്ട് വീണു എന്നൊരു അങ്ങനെ പ്രസംഗം. വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾ പ്രസംഗമല്ലേ, ഈ പഴുത്ത മട്ടൽ പിടിച്ച് താഴോട്ട് വീഴാണ് ചെയ്തത്. നല്ല രീതിയിലൊരു പ്രസംഗം കൊണ്ട് നീലേശ്വരത്ത് ചെയ്ത് ഞാൻ കേട്ടതാണ്. അപ്പോൾ കള്ളംപേതിരി ആ രീതിയിൽ കള്ളംപേതിരി MLA ആയിരുന്ന കാലത്ത് 57 മുതൽ 60 വരെ ഞാൻ പാർട്ടി ഓഫീസിലുണ്ടായപ്പോൾ പാർട്ടി ഓഫീസിൽ തന്നെ വരും. അതാണ് നേരത്തെ BB ഒക്കെ പറഞ്ഞത്, ഒരു ഭൂരിപക്ഷത്തിനാണല്ലോ നമ്മൾ ഉണ്ടായിരുന്നത്. ഒരു പ്രത്യേക സമയത്ത് അയാളെ റാഞ്ചാൻ വേണ്ടിയിട്ട് ഈ അവിടെ നമ്മുടെ റാവുൻ്റെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സിനിമാ മാനേജറായിരുന്നു അന്ന്, കൈലാസ് തിയേറ്ററിൻ്റെ മാനേജർ, അയാളടക്കം റാഞ്ചാൻ വേണ്ടി നോക്കിയിരുന്നു. അപ്പോൾ ഞാനും കേളുമായിരുന്നു അർദ്ധരാത്രിക്ക് ഓഫീസിൽ നിന്ന് വന്നിട്ട് കല്ലറമേതിരെടുത്ത് കയ്യോടെ പിടിച്ച് കൊണ്ടുപോയത് ഓഫീസിലേക്ക്. പിന്നെ ഇവിടെ താമസിപ്പിച്ചില്ല, കാരണം അയാൾ എടുത്ത് കൊണ്ടുകളയുന്നൊരു ധാരണ നമുക്ക് ഉണ്ടായിരുന്നു ആ കാലത്ത്. 1957, 58 കാലത്ത്. 89-ലാണല്ലോ മന്ത്രിസഭ പിരിച്ചു വിട്ടത്. അപ്പോൾ വൈദ്യർക്ക് പിന്നെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ലെങ്കിലും പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനും പോകാനും വരാനും സാധിക്കുന്ന രീതിയിൽ തന്നെയുള്ളതായിരുന്നു. പക്ഷേ ചടയൻ്റെ അടുത്ത് മാത്രമേ ഇരിക്കൂ അസംബ്ലിയിൽ. അന്ന് ചടയൻ MLA ആയിരുന്നു. ചടയൻ്റെ അടുത്ത് ഇരിക്കുന്നത് പറഞ്ഞാൽ വോട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നില്ല, അന്ന് വളരെ നിർണായകമാണല്ലോ കാര്യം. ഇപ്പോൾ ചടയൻ്റെ അടുത്തിരുന്ന് ചടയൻ പറഞ്ഞാൽ മാത്രമേ അസംബ്ലിയിൽ കൈവക്കുള്ളൂ. ചടയൻ്റെ തൊട്ടടുത്ത് തന്നെ അടുത്ത സീറ്റാണ് പാർട്ടിയെന്ന് ഇയാൾ കൊടുത്തത്, കള്ളംപേതിരി.